കഴിഞ്ഞ ആഴ്ച ഗിവ് കൊടുത്തപ്പോൾ ഒരു സാധനം മാത്രം എത്താൻ കുറച്ച് ഡിലേ ഉള്ള കാരണം അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മാറ്റി വെച്ച ആൾക്ക് ഇന്നാട്ടോ നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കാൻ പോണേ. അത് വേറെ ആരും അല്ലാണ്ട് സ്വന്തം മേമിന്. നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ബോക്സിലൂടെ മേമ സൂപ്പർ മേമ അടിപൊളിയാണെന്നൊക്കെ ആ ലെറ്റർ അൺബോക്സ് ചെയ്യണ വീഡിയോന്റെ താഴെ ഞാൻ കണ്ടിരുന്നു. അങ്ങോട്ട് പോണേക്കാളും മുന്നേ അച്ഛനെ ഒരു ഷർട്ടും മുണ്ടും എടുക്കേണ്ട ആവശ്യം വന്നു കേട്ടോ. ഇവിടെ എത്തി മുണ്ടിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചപ്പോഴാണ് ഇത്രയും വില മുണ്ടിനുണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്ലാറ്റിലോട്ട് വിട്ടുട്ടാ. കുക്കിങ്ങിൽ എനിക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ഒക്കെ വന്നത് മേമ കുക്ക് ചെയ്യണ കണ്ടിട്ടോ. മേമയുടെ കഴിഞ്ഞ വരവിൽ ഞങ്ങൾ കേരളത്തിലെ മിനി സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫുൾ വീഡിയോ ഞാൻ താഴെ കൊടുക്കാട്ടോ. അങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ജസ്റ്റ് കാണാൻ വരുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ഈ ഒരു സംഭവത്തിന്റെ കാര്യം മേമയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ സാധനം കൊടുത്തപ്പോൾ ആൾ ഇത്തിരി ഷോക്ക് ആയിട്ടോ. ഇതിന്റെ ഉള്ളിൽ ആക്ച്വലി ഒരു പച്ച സാരിയാണ് ഇരിക്കുന്നത്. കളറ് സെലക്ട് ചെയ്തത് ആക്ച്വലി മേമ തന്നെയാണ്. അവിടുന്ന് വിളിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ചക്ക തിന്നാൻ ഭയങ്കര കൊതിയായിട്ട് വയ്യ. അതുകൊണ്ട് പോണേക്കാളും മുന്നേ അമ്മ ചക്കയൊക്കെ ചോള പറിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മേമ ഫ്രിഡ്ജിൽ നിന്ന് 2-3 പാക്കറ്റ് മിഠായി ഒക്കെ എടുത്ത് നോക്കി. ഇത് നോക്കി ബനാനയുടെ ഷേപ്പിലാണ് ഈ മിഠായി. ഇത് കാണാനും തിന്നാനും നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഐറ്റം. ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടാണല്ലോ മാച്ച. ഞാൻ പക്ഷെ ഇതുവരെ മാച്ച കഴിക്കാനുള്ള ഒരു അവസര സന്ദർഭ സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ പൊളിച്ചു നോക്കി തിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മധുരത്തിന്റെ ഒരു കുത്തുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ വഴിയെ അറിയിക്കാം കേട്ടോ.